ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസനും ഡോക്ടർ രാജു രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായിട്ട് കൊട്ടാരക്കര തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പാസ്റ്റർമാരെ അകം മുതൽ പുറം വരെ അങ്ങ് ചീത്ത വിളിക്കുക. എന്തിനാണ് ഈ ചീത്ത വിളിക്കുന്നത്? യേശു പറഞ്ഞത് പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. പാപമില്ലാത്തവരാണ് കല്ലെറിയട്ടെ. വ്യഭിചാരിയായി പിടിച്ചതായിട്ടുള്ള സ്ത്രീയെ, ശമരിയാക്കാരെ ഒരു സ്ത്രീയെ പിടിച്ചത് പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയ. പാസ്റ്റർമാരുടെ കുറ്റം കണ്ടുപിടിക്കാനാണോ അവിടെ കുറെ ആൾക്കാർ ഇരിക്കണത്? നിങ്ങളാരും കുറ്റമുള്ളവരൊന്നും അല്ലേ? നീതിമാൻ ആരുമില്ല, ഒരുത്തരം പോലുമില്ല. പാസ്റ്റർമാരിൽ ബലഹീനത കാണും. പാസ്റ്റർ ഡേവിഡ് പാസ്റ്റർ എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള പാസ്റ്റർ MA വർഗീസ് ബാംഗ്ലൂർ, അദ്ദേഹം ഇന്ന് വലിയൊരു സഭയുടെ തലവനാണ്. അദ്ദേഹത്തെ ആ നിലയിലാക്കിയത് ദൈവത്തിൻ്റെ വിളയും തെരഞ്ഞെടുപ്പും അനുസരിക്കുകയും മറ്റുള്ളവരെ പാപത്തിൻ്റെ പാതയിൽ നിന്ന് വിടുതൽ കൊണ്ടുപോയി എന്ന അനേകർ അദ്ദേഹത്തിൻ്റെ സഭയിൽ കൂടി വരുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ സ്വതരാഴ്ച കിട്ടും, അതവർ ഉപയോഗിക്കും. അതിന് മറ്റുള്ളവർക്ക് എന്ത് നഷ്ടം? ദശാംശം ദൈവത്തിനുള്ളതാണ്. ആ ദശാംശം ദൈവത്തിനുള്ളതാണ്. അത് ദൈവത്തിന് അയച്ചൊന്നും സ്വർഗത്തിലോട്ട് കൊടുക്കണ്ട. പാസ്റ്റർ ഡേവിഡ്സൺ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് പാസ്റ്ററെ അല്ല നോക്കേണ്ടത്, നീ യേശുവിനെയാണ് നോക്കേണ്ടത്. പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണേലും തെറ്റാണേലും അതിനെ വിധിക്കേണ്ടത് നിന്റെ ചുമതലയല്ല. നീ ആദ്യം നിന്നെ നോക്ക്. നീ എവിടെ കിടക്കുന്നു? നീ ക്ഷീരമുള്ള ഒരു അകടിൻ ചൂടലും ചോര തന്റെ കൊതുകിന് കൗതുകമെന്ന് പറയുന്ന പോലെ അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ അവിടെ ചോര കുടിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഞാൻ ഞാൻ സാൽമീയമായിട്ടുള്ള രംഗങ്ങളിൽ വന്ന സമയത്ത് ഏതാണ്ട് 69ഓളം പുസ്തകം എഴുതിയ വടക്കേ ഇന്ത്യയിലെ പത്താൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പുനലൂരിൽ നിന്ന് യാത്ര ചെയ്ത ബഹുമാനപ്പെട്ട PG വർഗീസ് സാറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. എനിക്കിന്ന് ഓർമ്മയുണ്ട്. അന്ന് ഓഡിയോ വലുതായിട്ടില്ല, അന്ന് ഫോണില്ല, അന്ന് ഒന്നുമില്ല. ഓട്ടോറിക്ഷ പോലും ഇറങ്ങിയ സമയങ്ങളാണ്. ഈ മനുഷ്യൻ ഇവിടുന്ന് കഷ്ടപ്പെട്ട പത്താംകോട്ട് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ഭാര്യയും ചുമന്നുകൊണ്ട് അദ്ദേഹം പത്താംകോട്ട് പോയി. ഇന്ന് ആ മനുഷ്യനെ എടുത്തിട്ട് വിമർശനം കാണണം. ഞാൻ ചോദിക്കുന്നു, ഈ വിമർശിക്കുന്നവർക്ക് നാണമില്ലേ? നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. എന്നെ തൊടുന്നവൻ, എൻ്റെ മക്കളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് ദൈവം പറഞ്ഞ വാക്കുകൾ നീ ഓർത്തു കൊള്ളുക. ന്യായവിധി വാതിലുണ്ട്, ആകയാൽ താൻ നിൽക്കുന്നവനൊക്കെയും വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. പാസ്റ്റർമാരെ ചീത്ത വിളിക്കുന്നു നിർത്തുക. അവർ നമ്മളെ പോലുള്ള മനുഷ്യരാണ്. അവർക്ക് ബലഹീനതയുണ്ട്. പക്ഷെ അവരുടെ ബലഹീനതകളെ മറന്നുകൊണ്ട് ദാവീദിനെ പോലെ ധരിച്ചു വന്നാൽ ദൈവം അവരെ സ്വീകരിക്കും. ബ്രദർ PG വർഗീസ് ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം എന്ന് പറയുന്ന സഭയുടെ തലവനാണ്, ഒരു സംഘടനയുടെ തലവനാണ്. ഇന്ത്യ മുഴുവൻ സുവിശേഷം കേട്ടിട്ടുള്ള സ്ഥലത്ത് സുവിശേഷ സഭകൾ സ്ഥാപിക്കാൻ ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിനും കഴിഞ്ഞു. ഇതൊക്കെ ചില സത്യങ്ങളാണ്. വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇട്ട് കൈയടിച്ച് വീട്ടിൽ നിന്ന് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും ഇതെങ്കിലും പറഞ്ഞ് മാന്യമായ വ്യക്തികളെ അപമാനിക്കരുത്. ദൈവത്തിൻ്റെ കോപമാണ് ഇതിൻ്റെ മേൽ വരാൻ പോകുന്നത്. ബലഹീനത എല്ലാവർക്കുമുണ്ട്. ആ ബലഹീനത നമ്മൾ മുതലെടുത്തുകൊണ്ട് നാട്ടിലെ പാട്ട് പാടി പേരെടുക്കുക അല്ല നമ്മുടെ രീതി. എല്ലാവരും പാപികളാണ്, പാസ്റ്റർമാരിലും പാപികളുണ്ട്, നമ്മളിലും പാപമുണ്ട്. പാപമില്ലാത്തവൻ ആരുമില്ല. പാപമില്ലാത്ത ഓരോ മനുഷ്യനേ ഉള്ളവൻ യേശു ക്രിസ്തു. അവൻ്റെ തുല്യനായി ആരുമില്ല, അവനെ പോലൊരു നാവുമില്ല. ഇങ്ങനെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് വിട്ട് കളഞ്ഞു എന്ന ബൈബിൾ പറയുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും വേർപ്പിച്ച് കുരിശിന്മേൽ ജയോത്സവം കൊണ്ടാടിയവനെ പരസ്യമായി കാഴ്ചയാക്കി. പാപത്തിന്റെ പരിഹാരം അന്ന് രാത്രി തന്നെ കിടക്കുമ്പോൾ ഉറങ്ങി വയ്ക്കെങ്കിൽ നിന്റെ പാപത്തിന്റെ പരിഹാരം വരും. ആവശ്യമില്ലാത്ത ചീത്ത വിളി അവരിത് ഉണ്ടാക്കിയുള്ള പറയുന്നത് നിർത്തുക.
ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേൽ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഓക്കെ, സി യു. ഓക്കെ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ അതുപോലെ ഉള്ള കാര്യങ്ങൾ പറയുക, പ്രോത്സാഹിപ്പിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.